14-ാം രാവിന്റെ ഈ വേദിയിൽ ഇശൽ ഇരുവ റൗണ്ടിൽ നമുക്ക് വേണ്ടി പാടാനെത്തുന്നു മിസ്ജാദ് സാബു. അഞ്ചു നേരമെൻ്റെ റബ്ബേ കേഴുന്നു ഞാൻ, എൻ്റെ നെഞ്ചിൻ നോവിൻ കുമ്പിൽ മീട്ടുന്നു ഞാൻ. അഞ്ചു നേരമെൻ്റെ റബ്ബേ കേഴുന്നു ഞാൻ, എൻ്റെ നെഞ്ചിൻ നോവിൻ കുമ്പിൽ മീട്ടുന്നു ഞാൻ. ഹൈറായ കാരുണ്യത്തെ തേടുന്നോരിരടിയാൽ നീയല്ലാതാരുണ്ടിവിടെ നേർവഴി കാട്ടിടുവാൻ. അല്ലാ അല്ലാ എല്ലാം എല്ലാം നാദാ നാദാ. അഞ്ചു നേരമെൻ്റെ റബ്ബേ കേഴുന്നു ഞാൻ, എൻ്റെ നെഞ്ചിൻ നോവിൻ കുമ്പിൽ മീട്ടുന്നു ഞാൻ. ഫിക്റുകളില്ലാതെ ദുനിയാവിൽ വസിക്കാൻ ദിക്റുകൾ ഉരയാം ഞാൻ ഇറയോനേ. മോമിനായി മൗത്താക്കി തരുവാനായി എപ്പോഴും മുഴുവനും നിമിഷങ്ങൾ ഇരവോതും ഞാൻ. കണ്ണീരിൻ കഥനങ്ങൾ മാറ്റിത്താമഞ്ഞാനേ, പാറും പൂവിതൾ പോലെ ഈർപ്പേറ്റു വാങ്ങേണേ. അല്ലാ അല്ലാ എല്ലാം എല്ലാം നാദാ നാദാ. അഞ്ചു നേരമെൻ്റെ റബ്ബേ കേഴുന്നു ഞാൻ, എൻ്റെ നെഞ്ചിൻ നോവിൻ കുമ്പിൽ മീട്ടുന്നു ഞാൻ. അതിരുകളില്ലാത്ത കാലത്തിൻ തീരത്ത് കതിരുകൾ കാണാത്ത കിളി പോലെ ഞാൻ. കല്ലോടല തല്ലും കടലാണൻ ഹാജത്ത്, എള്ളോളം സ്നേഹത്തെ യാചിക്കും ഞാൻ. മാപ്പരുളു പെരിയോനെ നീ പകരൂ കനിവാകെ, ദുഃഖക്കുന്നുകളെല്ലാം സൗഖ്യപൂവനമാക്കൂ. അല്ലാ അല്ലാ എല്ലാം എല്ലാം നാദാ നാദാ. അഞ്ചു നേരമെൻ്റെ റബ്ബേ കേഴുന്നു ഞാൻ, എൻ്റെ നെഞ്ചിൻ നോവിൻ കുമ്പിൽ മീട്ടുന്നു ഞാൻ.
കാരുണ്യത്തെ തേടുന്നോരീരടിയാൽ നീയല്ലാതാരുണ്ടിവിടെ നേർവഴി കാട്ടിടുവാൻ. അല്ലാ അല്ലാ എല്ലാം എല്ലാം നാദാ നാദാ സുബ്ഹാനല്ലാ. അഞ്ചു നേരം എൻ്റെ റബ്ബേ കേഴുന്നു ഞാൻ, എൻ്റെ നെഞ്ചിൻ നോവിൻ കുമ്പിൽ മീട്ടുന്നു ഞാൻ. മിസ്ജാദ് ചേച്ചി അള്ളഹാനോട് എല്ലാ വിഷമവും പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു. ശരിക്കും കേട്ട് പോകും കേട്ടോ. അത്ര നല്ല ഫീലിൽ പാടി മോൻ. നല്ല സോങ് ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ആരാ സോങ് സെലക്ട് ചെയ്ത്? ഞാൻ തന്നെ സെലക്ട് ചെയ്ത് പഠിച്ചു അല്ലേ? നല്ലോണം പഠിച്ചിരുന്നു, നല്ലോണം പഠിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്തു. കൂടെ ഒപ്പം ഇവർ നല്ലോണം കോറസൊക്കെ പാടി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്കൊരു താങ്ക്സ് പറയാം. താങ്ക്സ്. ഓക്കെ, താങ്ക് യു ജയകൃഷ്ണൻ, സൽമാൻ, നികേഷ്, അഫ്നാസ്. ഓക്കെ, താങ്ക് യു. മിസ്ജാദേ ചേച്ചി, ഇന്നാണ് എനിക്ക് മിസ്ജാദിനെ കുറച്ച് ടെൻഷനൊക്കെ കുറവായി കാണുന്നത്. ശരിക്കും ശരിയാണോ? ടെൻഷനൊന്നും ഇല്ലല്ലോ? ടെൻഷൻ ഉണ്ടായില്ല. നേരെ നമുക്ക് സാറിനോട് ചോദിച്ചു നോക്കാം പാട്ടിൻ്റെ ഡീറ്റെയിൽസ്, പാടിയതിനെ കുറിച്ചൊക്കെ. ഫൈസൽ സർ. വളരെ പോപ്പുലറായ ഒരു ഭക്തിഗാനം നമ്മുടെ കാലത്ത് കണ്ണൂർ ഷെരീഫ് പാടിയതാണ്. നമ്മുടെ കാലത്ത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കാലം ഇത് കൊച്ചിൻ ഷമീറാണ് സംഗീതം ചെയ്തത്. അദ്ദേഹം വടകരയിലാണ് താമസം. പിന്നെ നല്ല പാട്ടുകളൊക്കെ സംഗീതം ചെയ്ത ആളാണ്. നല്ല പാട്ടുകളൊക്കെ നമ്മുടെ ഈ കണ്ണ് നനഞ്ഞ് കുതിർന്ന് ഞാൻ പാടവേ, ഇശാമുല്ല, ഇതൊക്കെ കൊച്ചിൻ ഷമീറാണ് സംഗീതം ചെയ്തത്. അബ്ദുള്ള വടകര എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ വളരെ കുറച്ച് പാട്ടുകളാണ് എഴുതിയത്. അതൊക്കെ ഹിറ്റ് ഗാനങ്ങളാണ്. ഇശാമുല്ല മലർ, അത് മൂസക്കയുടെ പ്രസിദ്ധമായ ഗാനമാണ്, 5 നേരവും. അപ്പോൾ 14ാം രാവ് റിയാലിറ്റി ഷോയിൽ നമ്മുടെ ഈ രംഗത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരും പാട്ടുകാരും, അതോടൊപ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട എഴുത്തുകാർ, അബ്ദുള്ള വടകര നേരത്തെ തന്നെ നാം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളാണ്. അങ്ങനെയുള്ള എഴുത്തുകാർ കൊച്ചിൻ ഷമീറിനെ പോലെയുള്ള സംഗീത സംവിധായകരെയൊക്കെ കൊണ്ടുവരാൻ എന്നുള്ളതാണ് മിസ്ജാദ് സാബു ചെയ്ത വലിയൊരു കാര്യം. പിന്നെ ഈ പാട്ട് കണ്ണൂർ ഷെരീഫ് പാടിയത് കൊണ്ട് തന്നെ ഹിറ്റാണ്. അത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷെരീഫാണ്, മിസ്ജാദ് സാബു അനുവല്ലവിയാണ്, ചരണം അതാണ്. അപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്, നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. രേണു ചേച്ചി. സാബു നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു മാം. കാരണം എനിക്ക് ഒരുപാട് ബെറ്റർ കണ്ടു, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ആ വൈബ്രേഷൻ മാറ്റി, പിന്നെ പിച്ചിൻ്റെ പ്രോബ്ലം ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വൈബ്രേഷനൊക്കെ എനിക്ക് വരുമോ ഞെങ്ങാനോ എന്നുള്ള ഇതിലൊരു ഫീലിൻ്റെ ഒരു ചെറിയൊരു കുറവ്, അത്രയേ ഉള്ളൂ. അതിപ്പോൾ മാഷ് പറഞ്ഞ ആ ഒരു വ്യത്യാസമാണ്. ചിലപ്പോൾ വോയിസിൻ്റെയൊക്കെ ഷെരീഫ് അങ്ങനെ മാഷ് ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ആ ഒരു വ്യത്യാസം. അല്ലാതെ മോനത് ശ്രമം നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ പാട്ട് പാടാൻ. എനിക്കൊരുപാട് ബെറ്ററായി മിസ്സാത്. അതാണ് ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് കേട്ടോ. തീർച്ചയായും. താങ്ക് യു രേണു ചേച്ചി. ഷാൻ സർ. മിസ്ജാദ് സാർ നന്നായിരുന്നു. മിസ്ജാദ് താങ്ക് യു സാർ. എനിക്ക് പറയാനുള്ളത്, ഇവിടെ മിസ്ജാദിന് ഇതിനു മുമ്പ് പറഞ്ഞ ബെറ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കറക്ഷൻസ് മിസ്ജാദ് അത് വിലക്കെടുത്തു എന്നുള്ളതാണ്. അതായത് ഈ വൈബ്രേഷൻ, ആ ഒരു ഷിവറിങ് അതില്ല ഇപ്പം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ മിസ്ജാദിൻ്റെ പഴയ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പ്ലാൻസ് വാരി വെതറുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മിസ്ജാദിന് മാത്രമല്ല, മിസ്ജാദിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനും കൊടുക്കും ഒരു 10-20 പ്ലാൻ. പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇതിപ്പോൾ പ്ലാൻസ് ഒക്കെ കുറവായിരുന്നു. ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഇതെന്തായാലും കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ രേനത്ത പറഞ്ഞ പോലെ ഒരു ഫീലിൻ്റെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവൊന്നുമല്ല, ചെറിയൊരു ഫീലിൻ്റെ ഒരു ഇത് മാത്രം. ഓക്കെ, ഗുഡ്. താങ്ക് യു ഷാൻ സർ. ആദിൽ സർ. പാട്ടെനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു. സാധാരണ നമ്മളെല്ലാം പ്രോഗ്രാമിന് പാടുന്ന ഒരു പാട്ടാണ്.
മിസ്റ്റാദിൻ്റെ പാടുമ്പോൾ ഫുൾ പാട്ട് തന്നെ ലയിക്കുകയും പിന്നെ മിസ്റ്റാദിനാണ്ട് ഒരു ഞാൻ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ പാട്ടുകളും പഠിച്ചെടുക്കാനുള്ള ഒരു ആവേശം മിസ്റ്റാദിൽ ഞാൻ കാണുന്നുണ്ട്. എന്നാലും എനിക്കിഷ്ടമായി. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഇനിയപ്പോൾ മറുപടി മാർക്ക് ചോദിക്കാം. ആരോടാ ചോദിക്കണ്ടേ? ആരോടും ചോദിക്കാം. ആരോട് ചോദിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഷാൻ സാറിൽ സ്റ്റാർട്ട് ചെയ്യാം. സാർ മിസ്ജാദിന് എത്ര മാർക്കാണ് കൊടുക്കുന്നത് 30-ൽ? മിസ്ജാദിന് ഔട്ട് ഓഫ് 30 26. 30-ൽ 26 മാർക്ക്. താങ്ക് യു സർ. രഹന ചേച്ചി? 26. താങ്ക് യു മാം. 30-ൽ 26 മാർക്ക്. താങ്ക് യു രഹന ചേച്ചി. ഫൈസൽ സർ? 30-ൽ 25 മാർക്ക്. 30-ൽ 25 മാർക്ക്. ഓക്കെ, താങ്ക് യു സർ. ആദിൽ സർ? 10-ൽ 8 മാർക്ക്. 10-ൽ 8 മാർക്കാണ് ആദിൽ സാറ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ സ്കോർ 100-ൽ 85 മാർക്ക് അല്ലേ? നല്ലൊരു മാർക്കാണ്. സന്തോഷമായോ? സന്തോഷമായി. അപ്പോൾ ഇനിയുള്ള പെർഫോമൻസിലും നല്ല നല്ല ക്വാളിറ്റീസൊക്കെ പറഞ്ഞു അല്ലേ? ഫ്രണ്ട്സിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ അവർ പറഞ്ഞ കമൻസ് എല്ലാം കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോവാം. അടുത്ത പെർഫോമൻസിലും ബെസ്റ്റായിട്ട് വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. ഹായ്. നന്നായി പാടിയില്ലേ? നന്നായി പാടി. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? ശരിയാണ്. എന്താണ് അതിന്റെ പ്രാക്ടീസ് ആണോ? എന്താ റീസൺ? പ്രാക്ടീസ് രനത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ പാടി. ഒരുപാട് എന്താ പറയുക, എൻ്റെ ബ്രത്തിൻ്റെ പ്രോബ്ലം, അതേമാതിരി വൈബ്രേറ്റിങ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലം പറഞ്ഞിരുന്നു. ഈ പാട്ട് മുമ്പ് പാടിയിട്ടുണ്ടോ? ഇല്ല, പാടിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പാടുന്നത്. പിന്നെ എന്താ പറയുക, ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഇതിന് താങ്ക്സ് പറയേണ്ടത് എൻ്റെ ഫ്രണ്ട് ജയകൃഷ്ണനോടാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു. ഫുൾ ടൈം പ്രാക്ടീസ് ആയിരുന്നു. അവൻ്റെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ പ്രത്യേകം നന്ദി അവനോട് പറയുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ എന്താ പറയാനുള്ളത്? അടുത്ത സുൽത്താൻ ആവുമോ? അടിപൊളിയായിട്ട് പാടി. ഒരുപാട് ജഡ്ജസ് പറഞ്ഞ പോലെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അടിപൊളിയായിട്ട് പാടി. സോ ഓൾ ദി ബെസ്റ്റ്.